വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കുറച്ച് ബിസിയുള്ള ഡേ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആദസും എൻ്റെ പപ്പായും അതുപോലെ തന്നെ ഏട്ടനും ഒക്കെ വരുവാണ്. നമ്മൾ നാളെയാണ് പറശ്ശിനിക്കടവ് പോകുന്നത്. താനക്കുട്ടിയുടെ ചോറൂണും ബുധനാഴ്ചയാണ് പറശ്ശിനിക്കടവ് വെച്ച്. അപ്പം അവരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബിസിയാണ്. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ നൊയമ്പാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച 2 മണിക്കാണ് നമുക്ക് ട്രെയിൻ കണ്ണൂരിലേക്ക്. നമ്മൾ അവിടെ ചെന്ന് സ്റ്റേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ബുധനാഴ്ച മോർണിംഗ് ആണ് നമ്മളിപ്പം അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. നമ്മുടെ ചോറൂണിൻ്റെ വീഡിയോസൊക്കെ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോസൊക്കെ കാണാം. കുട്ടി രാവിലെ തന്നെ എണീക്കുകയും ചെയ്ത് എന്നെ വിളിച്ചുണർത്തിയത് തനൂസാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇന്ന് ആര് വരുന്ന തനൂസേ? നമ്മുടെ ആദുസിയേട്ടൻ വരുന്നുണ്ടോ? ഇന്ന് പപ്പ വരുന്നുണ്ടോ? നമ്മുടെ അച്ചച്ചി വരുന്നുണ്ടോ? എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ നാളെ എവിടെ പോവാണ്? നമ്മൾ ചോറുണ്ണാൻ പോവാ, മാമൻ കഴിക്കാൻ പോവാണ്, മുത്തപ്പനെ കാണാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായയിലാണ് എൻ്റെ ഒരു ദിവസം നിൽക്കുന്നത്. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഓൾറെഡി പാല് വെളിയിൽ കാണും കേട്ടോ. ഇപ്പോൾ തനുവിനെ എടുത്ത് ഞാൻ ഹാളിലാണ് സാധാരണ കിടത്താറ്. ഇന്നിപ്പോൾ ഹാളിൽ കിടത്തിയ സമയത്ത് അവളുടെ അവിടെ കിടന്ന് കരയുവാണ്. അപ്പോൾ അവളെ എടുത്തുകൊണ്ടാണ് ഞാൻ ചായ ഇടുന്നത് കേട്ടോ. അങ്ങനെ ചായ ഇടാൻ വേണ്ടിയിട്ട് പാല് അടുപ്പത്ത് വെക്കുന്നു. പിന്നെ തേയില ഇടുക. നോർമലി നമ്മൾ സാധാരണ ചായ ഇടുന്ന പോലെ തന്നെ ചെയ്യുന്നത്. അപ്പം അവളെ ഞാൻ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ ഏലക്കയൊക്കെ ഇടും, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഇന്നിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. കാരണം കുഞ്ഞ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ക്യാമറ വെച്ചിരുന്നത് ശരിയായുള്ള ഡയറക്ഷൻ അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങളെ ഫോക്കസ് കിട്ടുന്നില്ല. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചായയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. സാധാരണ ഞാൻ ഏലക്കയൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട്. ഇന്നിപ്പം അങ്ങനെ ഇടാനായിട്ട് പറ്റത്തില്ല, കാരണം തനുക്കുട്ടി കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ മയിൽ ഇങ്ങനെ സൗണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്ഥലത്ത് മയിലുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാമ്പ് അധികം വരാറില്ല. അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ മയിലുകൾ ഇങ്ങനെ സൗണ്ട് വെക്കുമ്പോൾ തനിക്കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനൂസ് എൻ്റെ കയ്യിലിരുന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കുക. അപ്പോൾ രാവിലത്തെ കാപ്പിക്ക് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ഉപ്പുമാവിനൊരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്ക് ഉപ്പുമാവ് നല്ലതാകും, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും, വൻ ഫ്ലോപ്പ് ആകും. പക്ഷേ ടേസ്റ്റ് കാണും കേട്ടോ. ഒന്നെങ്കിൽ വെള്ളം കൂടും, അല്ലെങ്കിൽ മഞ്ഞൾ കൂടും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. പിന്നെ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ക്യാരറ്റും സവോളയൊക്കെ. ഞാനങ്ങനെ ക്യാരറ്റ് ഇടാറില്ല, വല്ലപ്പോഴെങ്ങാനും ക്യാരറ്റ് ഉള്ളപ്പോൾ മാത്രമേ അതൊക്കെ ഇടത്തുള്ളൂ, എന്നിട്ട് പ്രഹസനം കാണിക്കത്തുള്ളൂ. ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്ന ഇവൾ നിലത്ത് കിടക്കുന്നില്ല, അവൾ കിടന്ന് കരച്ചിലാണ്. അപ്പം ഞാൻ കുറേ നേരം അവളെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഹാളിലോട്ട് പോയി. ഹാളിൽ ആദസിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അതിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൾക്ക് ആദസിൻ്റെ ഫോട്ടോ കാണുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ അവളെ ഞാൻ പായിൽ കിടത്തിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്യാണ്. അങ്ങനെ ക്യാരറ്റും ഇഞ്ചിയും സവോളയും എല്ലാം അരിഞ്ഞ് ചീഞ്ചട്ടി ഗ്യാസിൻ്റെ മുകളിലോട്ട് വെച്ച് കടുക് വറുത്ത് ഉഴുന്നിടുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പയിൽ തന്നെ അരി ഇടാനായിട്ട് വെള്ളവും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും, ഈ കൊച്ച് വലിയ ആഡംബരം കാണിക്കുകയാണ്, ഗ്യാസിലാണ് ചോറൊക്കെ വെക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഞാനൊന്ന് വെള്ളം തിളപ്പിച്ച ശേഷം അരി ഒന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം എടുത്ത് റൈസ് കുക്കറിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉപ്പുമാവിനുള്ള എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഉഴുന്നൊക്കെ ഇട്ട് അതിനകത്തോട്ട് തേണ്ട ക്യാരറ്റും സവോളയും പച്ചമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെയാണ് ഉപ്പുമാവ് വെക്കുന്നത്, ആ ഒരു രീതി തന്നെ. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഉപ്പൊക്കെ ഇട്ട്, എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്. ഇനി അത് കൂടിയതാണോ എന്നറിയത്തില്ല. ഏകദേശം ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ്. എന്താണ് എൻ്റെ ഉപ്പുമാവ് ഫ്ലോപ്പ് ആയിട്ടില്ല, ശകലം വെള്ളം ഒന്ന് കൂടിയത് മാത്രമേ ഉള്ളൂ. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ.
ഇതാ മഞ്ഞളൊക്കെ ഇടുകയാണ് ഞാൻ കേട്ടോ. അപ്പോഴത്തേനും തനിക്കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തനിക്കുട്ടി കാലിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കാലിട്ടടിച്ച് കളിച്ചതിന് ശേഷം അവൾക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്. അതുപോലെ തന്നെ കരയാനും തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പുമാവ് ഏകദേശം ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ അരിക്ക് വെച്ചിരുന്ന വെള്ളവും ഏകദേശം ഒന്ന് ചൂടായി വന്ന് അപ്പോഴത്തേക്കിന് ഞാൻ അരി എടുത്ത് പാത്രത്തിനകത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിങ്ങനെ ഇടും കുറച്ച് നേരത്തേക്ക്. ഇത് മട്ടാരി ആയതുകൊണ്ട് തന്നെ ആ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് നമ്മളൊരു 5 മിനിറ്റ് ഇടുമ്പോഴത്തേക്കിന് നോർമലി ആ കളർ ഇങ്ങനെ ഇളക്കും. അതങ്ങ് മാറ്റി വെച്ചിട്ട് തേങ്ങ തിരുമാനിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങ് ഉപ്പുമാവിനുള്ള തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് തിരുമ്മി കേട്ടോ. ഞാൻ ഈ സ്പൂണ് വെച്ച് ചിരട്ടയിൽ തേങ്ങ ബാലൻസ് ഇരിക്കുന്നതും കൂടി ഇങ്ങനെ വടിച്ചെടുക്കുകയാണ്. കാരണം തേങ്ങയ്ക്കൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റാക്കിയപ്പോഴത്തേക്കും ഇതാ നമുക്ക് ഉപ്പുമാവിനുള്ള വെള്ളം ഏകദേശം തിളച്ച് അതിലേക്ക് ഞാൻ റോസ്റ്റഡ് ആയിട്ടുള്ള ഉപ്പുമാവിൻ്റെ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് റവ ചൂടാക്കാത്തത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ആ കളർ ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ അരിയൊക്കെ ഏകദേശം കഴുകി ഏകദേശം ഒരു 5-6 തവണ ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് കഴുകും കേട്ടോ. ഇത് തിളച്ച വെള്ളമല്ല, ഒരുവിധം ചൂടായ വെള്ളം. കാരണം ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രത്തിനകത്തോട്ടാണ് അരി ഇട്ടത്. അതുകൊണ്ട് തന്നെ ഏകദേശം ചെറിയ ചൂടിലാണ് ഞാൻ കഴുകുന്നത്. നമ്മൾ അരിയൊക്കെ ഈ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഇപ്പം കുത്തരിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഒരു കളറ് കാണുമല്ലോ, ആ കളറൊക്കെ നന്നായിട്ട് പോകും. ഇതാ ഞാൻ അരി കഴുകി അത് ഏകദേശം ഒരു വെള്ള കളർ പോലെയായി. എന്നിട്ട് ഞാനത് അരി അടുപ്പത്തിട്ട് കേട്ടോ. ഗ്യാസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഉപ്പുമാവിനുള്ള റവ ഞാൻ അതിനകത്തോട്ട് ഇടുകയാണ്. ഇത് ഇത്രയും കൂടുതൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഏട്ടനിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അതുകൊണ്ട് ആൾക്കും കൂടെ ചേർത്താണ് ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എൻ്റെ ഉപ്പുമാവ് റെഡിയായി കേട്ടോ. ഉപ്പുമാവ് ഏകദേശമൊക്കെ സെറ്റായി. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇതാ നമ്മുടെ കഥാനായകൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്നു. ഏട്ടൻ വരാറായപ്പോൾ തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി. അങ്ങനെ പപ്പയും മോളും ഭയങ്കര സംസാരവും ഭയങ്കര ചിരിയും കളിയും ഒക്കെയാണ് കേട്ടോ. ഏട്ടൻ ഓരോന്ന് ചോദിക്കുന്നതിനനുസരിച്ച് തനും ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ആദ്യം പരിചയം തോന്നിയില്ല, പിന്നെ അങ്ങ് ചിരി അങ്ങ് തുടങ്ങി ആൾക്ക്. അതാ പപ്പാനെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ചിരിയാണ്. കയ്യിലൊക്കെ കയറി പിടിച്ച്. പിന്നെ ഞങ്ങൾക്ക് ഇതാ കുറേ മുട്ടായിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇതാ എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ വേറെ കഥാനായകൻ രംഗത്ത് വന്നിരിക്കുകയാണ്, നമ്മുടെ ആദുസിയേട്ടനും കൂടെ. പപ്പയും മോളും കൂടെ കിടക്കുമ്പോഴത്തേക്കിന് ആദുസിയേട്ടൻ അതിൻ്റെ ഇടയിൽ ചെന്ന് അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പ എൻ്റെ പപ്പയാണെന്നാണ് ആദുസിയേട്ടൻ പറയുന്നത്. ആദുസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുരുത്തക്കേടാണ്. ഇതാ പപ്പയും മോളും കിടന്നുറങ്ങുക. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ചെന്ന് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിന് പുറത്തൊക്കെ ഒന്ന് പോയി. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് പുറത്തൊക്കെ പോകുന്നത്. പിന്നെ ഇതാ ഞാൻ മുടിയും വെട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.